അടുത്തതായി ഇഷൽ തനിമ റൗണ്ടിൽ നമുക്ക് വേണ്ടി പാടാനെത്തുന്നു റിനു റസാഖ്. ഹലോ റിനുകുട്ടി. ഹലോ. നന്നായിട്ട് പാടിയിട്ടോ. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു.
എങ്ങനെ തോന്നി പാടിയിട്ട്? ഇഷ്ടമായോ? വിചാരിച്ച പോലെ പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ട് പാടി അല്ലേ? ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ഹിസ്റ്ററിയും കമൻസ് ഒക്കെ ചോദിച്ചറിയാം. ഫൈസൽ സാർ. നമ്മളെ ഈ പാട്ട് മത്സരത്തിന് മുമ്പ് പാടിയതാണല്ലേ? ഇതിനു വേണ്ടി പഠിച്ചതാ? ഇതിനു വേണ്ടി പഠിച്ചതാ. ഇത് നല്ലൊരു പാട്ടാണ്. ഹിജ്റ, മോയിൻകുട്ടി വൈദ്യരുടെ അവസാനത്തെ കൃതിയായ ഹിജ്റയിലെ വരികളാണ്. ഇത് ശരിക്കൊരു ടച്ചബിൾ, വളരെ നമ്മുടെ ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ നബി തിരുമേനിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും, അല്ലെങ്കിൽ അദ്ദേഹം സത്യസന്ദേശം പ്രചരിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളികൾ. കാരണം അതുവരെയുള്ള വിശ്വാസ പ്രമാണങ്ങളെ നബി ചോദ്യം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഖുറൈശികൾ വലിയ പ്രമാണിമാരാണ്. അവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ നബിയുടെ വളരെ ചെറുപ്പത്തിൽ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉപ്പയെ കാണാതെ വളർന്ന നബി തിരുമേനി. അപ്പോൾ എന്നാലും പിതാവിൻ്റെ സഹോദരന്മാരിൽ പ്രമുഖനായ അബൂ താലിബിന് നബിയോട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അബൂ താലിബ് പഴയ വിശ്വാസ പ്രമാണത്തിൻ്റെ ആളാണ്. അദ്ദേഹത്തോട് ഈ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഖുറൈശികളായ ആളുകൾ പറഞ്ഞു, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ മുഹമ്മദ് ചോദ്യം ചെയ്യുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഉപദേശിക്കണമെന്ന് പറയാണ്. അങ്ങനെ നബിയെ ഈ പിതൃ സഹോദരൻ വിളിച്ചു വരുത്തി പറയാണ്, നീ ഇങ്ങനെ നിൻ്റെ സത്യസന്ദേശം പ്രചരിപ്പിച്ചു, പക്ഷേ രഹസ്യമായിരിക്കണം. അപ്പം നബി പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് എൻ്റെ ഈ ദിവ്യബോധനം രഹസ്യമായി ചെയ്യാൻ പറ്റില്ല, കാരണം അത് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്, ഞാൻ അതിനു വേണ്ടിയാണ് ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ദൗത്യം നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി വരുമ്പോൾ തിരിച്ചു വിളിച്ച് പറയാണ്, ഇനി നിനക്ക് നിൻ്റെ പ്രചാരണമാവാം, ഞാനിവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിന്നെ ആരും ഒരു ഉപദ്രവിക്കില്ല. കാരണം പിതാവില്ലാതെ മാതാവില്ലാതെ വളർന്ന കുട്ടിയോടുള്ള ഒരു സ്നേഹം ഈ അബൂ താലിബിനുണ്ട്. തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ പോലും അങ്ങനെ ഒരു സോഫ്റ്റ് കോർണറുണ്ട്. അവിടെ പറയാണ്, ഇനി നീ എന്ത് ചെയ്താലും ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ആ ഒരു സ്വാതന്ത്ര്യമാണ് നബിക്ക് പിന്നീട് ഈ ദിവ്യ പ്രബോധനത്തിനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുള്ളതാണ്. വളരെ മനോഹരമായ ഒരു സംഭവമാണിത്. പിതൃവാത്സല്യത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്ത, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്ത മുഖം ഈ ഒരു ഭാഗത്തിനുണ്ട്. മോളെ പിന്നെ പാട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മനോഹരമായി പാടി. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഈ ചങ്ക് കലങ്കി എന്ന് പറഞ്ഞൊരു ഇശലാണ്. ഇത് ചങ്ക് കലങ്കും അതാണ് അങ്ങനെ തന്നെയാണ്. കാരണം ഈ പാട്ട് ഇപ്പോൾ തിരുന്തു ഖുറാബ് എന്ന് പറഞ്ഞൊരു പാട്ട് രഹനയൊക്കെ പാടാറുണ്ട്. നമ്മുടെ ഇബ്രാഹിം നദീം, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് ഇതിൽ. ഇത് പാടി അങ്ങ് എത്തിക്കാൻ വലിയ പാടാ. പക്ഷെ മോളത് വളരെ ബ്രീത്തൊക്കെ ശരിക്കും കൺട്രോൾ ചെയ്ത് വളരെ നന്നായിട്ട് തന്നെ പാടി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ഫൈസൽ സാർ. നമുക്കിനി റംല മാമിൻ്റെ കമൻസ് ഒന്ന് കേൾക്കാം. റംല മാം. റീനു, യെസ് മാം. മോളെ നന്നായി പാടി. താങ്ക് യു മാം. പക്ഷേ വളരെ ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ മാപ്പിളപ്പാട്ടിൻ്റെ ആ തനിമ അല്പം പോലും ചോർന്നു പോയിട്ടില്ല. താങ്ക് യു. നല്ല ചുണക്കുട്ടിയായി തന്നെ പാടിയിട്ടുണ്ട്. കുറച്ച് പ്രയാസമുള്ള പാട്ടാണിതല്ലേ, എന്നാലും അക്ഷരങ്ങളൊക്കെ നല്ല സ്ഫുടതയോടുകൂടി മോള് പാടി. എന്തുകൊണ്ടും വളരെ നന്നായിരുന്നു. താങ്ക് യു മാം. നല്ല പാട്ടായിരുന്നു. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു റംല മാം. ഇനി നമുക്ക് ആരോടെ ചോദിക്കണ്ടേ? ആരോടായാലും കുഴപ്പമില്ല. ആരോടായാലും കുഴപ്പമില്ല. ഷാൻ സർ. റിനു, യെസ് സർ. ചങ്ക് കലങ്ങിയോ? കുറച്ച് കലങ്ങി അല്ലേ? ചെറുതായിട്ട്. അങ്ങനെ കലങ്ങിയ ശരിയാവില്ല. ഉടനെ എനിക്ക് വേണ്ടി ഒരു സിനിമയിൽ പാടാനുള്ളതാ. ഓ, എന്ത് തോന്നുന്നു ഇപ്പൊ? എന്ത് തോന്നുന്നു? സന്തോഷം പറഞ്ഞിട്ട് ചങ്ക് കലങ്ങി. എന്തായാലും റിനു, ഞാനെന്താ പറയാ, വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. കേൾക്കാൻ മാത്രമല്ല കാണാനും ഭംഗിയായിരുന്നു. ഭയങ്കര ചിയർഫുള്ളായിരുന്നു. ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എല്ലാവരുമായിട്ട്. അല്ലാതെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ആയിരുന്നില്ല. നമ്മളൊക്കെ ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഐ കോൺടാക്റ്റും എല്ലാം മൊത്തം ചിയർഫുള്ളായിരുന്നു. പിച്ചോട്ടോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിച്ചില്ല. നന്നായിരുന്നു കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. അപ്പം നല്ല കമൻസ് ആണ് കേട്ടത് അല്ലേ? നല്ല മിടുക്കിയായിട്ട് പാടിയെന്ന് മാത്രമല്ല, അടുത്ത സിനിമയിൽ ഒരു ചാൻസും കൂടി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അല്ലേ? ഒരു നല്ലൊരു താങ്ക്സ് ഒക്കെ പറയണ്ടേ? താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നമുക്ക് രഹന ചേച്ചിയുടെ കമൻസ് ഒന്ന് കേൾക്കാം. രഹന ചേച്ചി. റിനു, യെസ് മാം. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല ഫീല്, പിന്നെ നല്ല ഒതുക്കം. എവിടേക്കാ അതൊക്കെ മോളുടെ ആ വോയിസിൽ തന്നെ ഉണ്ടത്. അപ്പോൾ അത് ഇനി അങ്ങോട്ട് കോമ്പറ്റീഷൻ ടഫാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ച് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക.
എനിക്ക് സത്യം പറഞ്ഞാൽ മോളിത് പാടിയപ്പം മാഷ് പറഞ്ഞ പോലെ തന്നെ ഈ ട്യൂണിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പം ഇൻ്റർസോൺ ഞങ്ങൾ അന്ന് മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ട്യൂണിൽ അബുട്ടി മാഷ് ട്യൂൺ ചെയ്ത് എനിക്ക് പിന്നെ ആ കോമ്പറ്റീഷനിൽ അതിനായിട്ടാണല്ലോ നമ്മൾ അധികം ഇങ്ങനെ ട്രഡീഷണൽ അങ്ങനെ പഠിക്കുക. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് പല്ലവി ഞാൻ ഓർത്ത് പാടുക കേട്ടോ. പിന്നീട് അതങ്ങനെ ഞാൻ പാടിയിട്ടില്ല. അപ്പം റിനു അതിവിടെ പാടിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, മാഷ് ഈ ട്യൂണിൽ ഞാനൊരു സോങ് ഞങ്ങളിങ്ങനെ കോളേജിൽ പാടിയിട്ടുണ്ട്. ഇൻ്റർസോൺ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെയായിരുന്നു അന്ന് ആ സമയത്ത്. അതിൻ്റെ ഒരു 4 വരി പല്ലവി. തിരുന്ത് ഗുറാബെ കതിന്ത് കുറുമ്പറയിൽ കുറെ ദൂരമില്ലേ അടുത്തന്തൈ നിറമില്ലേ ക്ഷണം പാറിപ്പോയ പിൻ തേറി രാജനും കണ്ടു കുണ്ടനുണ്ടു കിണ്ടമാലുനഗതിലെ ഏകദാൽ മഹിതനിലേ. അപ്പോൾ മോള് അതിൻ്റെ എൻഡിലൊരു സംഗതി പാടിയില്ലേ അല്ലേ? ആ ഒരു സംഗതിയുടെ ഒരു വ്യത്യാസം. പക്ഷെ ബാക്കി ഏകദേശം ട്യൂണുകൾ കുറച്ച് മാറ്റേ ഉള്ളൂ. ഇത് അതെ അതെ. അപ്പോൾ ആ ഒരു സോങ്ങിലോട്ട് മോള് കൊണ്ടുപോയി കേട്ടോ. ഞാൻ ആ ഇൻ്റർസോൺ എനിക്ക് തോന്നുന്നു അത് ഈ വരി അറിയാമല്ലേ? എനിക്കറിയാം, അറിയാം, പാടിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഒരു കോളേജാണ് ചിറ്റൂർ ഗവൺമെൻറ്. രണ്ടുപേരും അറിയോ പല്ലവി? അറിയോ? എന്നാ പാടിക്കോ നമുക്ക്. ഞങ്ങൾ കാരണം ഞങ്ങൾ സെയിം കോളേജിലായിരുന്നു. എൻ്റെ ജൂനിയർ ആയിരുന്നു. ഇത് നിങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിൽ പഠിച്ച് വിവിധ കാലങ്ങളിലാണ് പഠിച്ചത്. അവിടുത്തെ ഒരു ദേശീയഗാനാണോ ഇത്? അല്ല, ദേശീയഗാനല്ല. ഈ പാട്ട് തന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണോ എല്ലാ സോണിലൊക്കെ ഒരു ഫസ്റ്റ് ഒക്കെ നമുക്കത് വലിയ കാര്യമാണ്. അല്ല, ഞാൻ വേറെ സ്റ്റേജിലാണ് പാടിയേ, ചേച്ചിയുടെ കൂടെ അല്ല കേട്ടോ. പക്ഷെ ഞാനാണ് ഈ സോങ് അവിടെ പഠിപ്പിച്ചു തരുന്നത്. എന്തായാലും മോളെ നന്നായി കേട്ടോ. നല്ല സെലക്ഷൻ. എനിക്ക് ആ നന്നായിട്ട് ആ ട്രഡീഷണൽ പാടുന്ന ആ ബോൾഡായിട്ടുള്ളതിൽ തന്നെ മോള് പാടിയത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മോളെ വോയിസിൽ തന്നെ ആ ഫീഡും എല്ലാം ഉണ്ട്. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ജഡ്ജസിൻ്റെ നല്ല കമൻസ് ഒക്കെ കേട്ടു അല്ലേ? ഇഷ്ടമായില്ലേ? കുറച്ചും കൂടി എനർജി തോന്നില്ലേ? സിനിമയിൽ ഒരു പാട്ടിന് ചാൻസ് ഉറച്ചു. അപ്പോൾ നമുക്കിനി മാർക്ക് ചോദിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു സോങ് ഓഫർ ചെയ്ത് സാറിനോട് തന്നെ ചോദിച്ചാലോ? ആരോടെ ചോദിക്കണ്ടേ? ആരായാലും കുഴപ്പമില്ല. അപ്പോൾ പാട്ടൊന്നും വേണ്ടേ സിനിമയില്? പാട്ട് വേണ്ട? വേണം. അയ്യോ വേണം. ചോദിക്കാലോ നമുക്ക് ഷൻ സാറിൻ്റെ അടുത്ത്. ഷൻ സാർ, എത്ര മാർക്കാണ് നമ്മുടെ റിനുക്കുട്ടിക്ക് കൊടുക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിൽ പഠിച്ചുകൊണ്ടാണോ ഈ പാട്ട് പാടിയത്? അല്ല, ആ പാട്ട് പാടിയപ്പോൾ ഞാൻ പണ്ട് സ്റ്റേജിൽ പാടിയൊരു പാട്ടാണ്. ആ ഒരു ഓർമ്മ രണ്ട് കാലത്തായിട്ട് ഇത് എവിടേക്കാ പോകുന്നത് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ആ കോളേജിൽ പഠിക്കായിരുന്നു. നന്നായി അല്ലേ? 2 കാലത്തായിട്ട് ഇതേ പാട്ട് ഞങ്ങളും പാടേണ്ടി വന്നേനെ. എന്തായാലും രക്ഷപ്പെട്ടു. അപ്പൊ റിനു അത് ഏറ്റില്ല. അതാണ്, ചിറ്റൂർ കോളേജിനോട് കളിച്ചാൽ ഏൽക്കില്ല. ഒരിക്കലും ജയിക്കില്ല മോനെ. ഒന്നും പറയാനില്ല. ഇവിടെ ഇപ്പൊ അടി പൊട്ടാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മാർക്കിൽ കിടക്കാം. റിനുവിന് ഔട്ട് ഓഫ് 30 27. ഓക്കെ, ഔട്ട് ഓഫ് 30 27 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നല്ല മാർക്കാണ് അല്ലേ? അപ്പൊ ഇനി ആരോടെ ചോദിക്കണ്ടേ? ആരോട് വേണമെങ്കിലും ചോദിക്കാം അല്ലേ? എന്നാലും ഓക്കെ, രഹന ചേച്ചിയോട് തന്നെ ചോദിക്കാം നമുക്ക്. രഹന ചേച്ചി, എന്റെ മാർക്ക് ഞാൻ പറയൂല. രഹന ചേച്ചി പറയൂല. ഇങ്ങനെ ഇത്ര എന്നെ പറഞ്ഞില്ലേ, ഞാൻ തീരെ പറയൂല അല്ലേ? പറയൂല. ശരി, നമുക്ക് പറയണ്ട. ഓക്കെ, നമുക്ക് രഹന ചേച്ചിയുടെ മാർക്ക് പിന്നെ അറിയാം. ഓക്കെ, നമുക്ക് ഫൈസൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചാലോ? 27 ഔട്ട് ഓഫ് 30 27 മാർക്സ് ആണ്. അപ്പോൾ കുഴപ്പമില്ല, നല്ല മാർക്കൊക്കെ കിട്ടി. ഇനി നമുക്ക് റംല മാമിൻ്റെ മാർക്കും കൂടി അറിയണം. റംല മാം,
ഔട്ട് ഓഫ് 10 എത്ര മാർക്കാണ് റിനുക്കുട്ടിക്ക് കൊടുക്കുന്നത്? റിനുവിന് എത്ര വേണം? മാം എത്ര എന്നാലും വാങ്ങിക്കും. എത്ര വേണം? എത്ര എന്നാലും കുഴപ്പമില്ല. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, എത്രയാ വേണ്ടേ? 11. പറഞ്ഞോ. എത്രയായാലും കുഴപ്പമില്ല. എത്രയായാലും കുഴപ്പമില്ല. ഒരു 6 ആണെങ്കിലോ? കുഴപ്പമില്ല. 7 ആണെങ്കിലോ? കുഴപ്പമില്ല. 8 ആണെങ്കിലോ? കുഴപ്പമില്ല. ഇല്ല, ഞാൻ 9 മാർക്ക് തരും മോക്ക്. താങ്ക് യു മാം. 9 മാർക്ക്, 10ൽ 9. ഓക്കെ, നല്ല ബൈജി marks ആണ്. അതിനിടയിൽ 11 എന്ന് പറഞ്ഞു, 11 എന്ന് പറഞ്ഞു. നിങ്ങളുടെ കോളേജിന്റെ ഗുണം കാണാനുണ്ട് കേട്ടോ. 10ൽ എത്ര നോക്കുമ്പോൾ 11. മാഷ എങ്ങനെയുണ്ട്? അതാണ് ഞങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇനി അല്ലേ, അതങ്ങ് വിടണം ചേച്ചി? കേട്ടോ. പറഞ്ഞു കൊടുക്ക്. 10ൽ 11 വാങ്ങിക്കും ചിറ്റൂർ കോളേജ് സ്റ്റുഡൻസ്. യെസ്, ഓക്കെ. ശരിക്കിറങ്ങി ചിറ്റൂർ തന്നെ വരണം. അതെ, അതാണ്. അപ്പോൾ റംല മാം നമുക്ക് ഔട്ട് ഓഫ് 10ൽ 9 മാർക്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഔട്ട് ഓഫ് 70, 63 മാർക്സ്. നല്ല സ്കോർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ഇതിലും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വരണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയുക, ഇനി നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. സിനിമയിലൊരു സോങ് ഒക്കെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സോ താങ്ക് യു. ഓക്കെ, ടേക്ക് കെയർ, ബൈ. റിനു, ഫിലിമിലൊക്കെ ചാൻസ് കിട്ടിയിരിക്കണേ, ഞങ്ങളൊക്കെ മറക്കുവോ? മറക്കൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും എന്നാലും ഞങ്ങൾക്ക് ട്രീറ്റ് ആണ് കേട്ടോ. തരാം. അല്ല, എങ്ങനെയാണ് ഈ കോൺഫിഡൻറ്റോടെ പാടാൻ പറ്റണേ? ഇത്രയും ആടിപ്പാടിയിട്ട് നല്ല താളത്തിലൊക്കെ. പഠിച്ചോണ്ട് അനുഗ്രഹം. ആഹാ, അപ്പം അതാണ് സീക്രട്ട്. അപ്പം ഉപ്പ എങ്ങനെ, എന്ത് തോന്നുന്നു? നല്ല അഭിമാനം തോന്നുന്നില്ലേ? അഭിമാനം തോന്നുന്നുണ്ട്. ഉമ്മ, റിനുവിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, പ്രതീക്ഷയെക്കാളും എത്രയോ നന്നായി പാടാൻ പറ്റിയില്ലേ? നന്നായി പാടിയ. ഇനിയും റിനു ഉയരത്തിൽ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.